കർത്താവിൽ പ്രിയരെ, ഇവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ക്രിസ്തു യേശുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും ഈ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങൾക്കായി ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത വേളയ്ക്കായി സ്തോത്രം. അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തിനുമായ സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയോളം ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങല്ലാതെ ഒരു ദൈവം ഞങ്ങൾക്കില്ലപ്പ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, ഞങ്ങളെ കരുതുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. അങ്ങ് ഞങ്ങളെ കാണുന്നു, അങ്ങ് ഞങ്ങളെ അറിയുന്നു. അവിടുത്തെ കർത്തായ കൃപാവരങ്ങൾക്കായി അങ്ങ് തന്നിരിക്കുന്ന പ്രത്യാശ ജീവിതത്തിനായി സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവം കൂടിയിരിക്കണം, അത്ഭുതങ്ങളെ കാണുമാറാക്കണം, അതിശയങ്ങളെ പ്രവർത്തിക്കണം. ഇന്നയോളം ദൈവം ഞങ്ങളെ നടത്തി, ഇന്നയോളം ദൈവം ഞങ്ങളെ പരിപാലിച്ചു. എല്ലാ ദോഷങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. സകല സമാധാനത്തിന് യഥാസ്ഥാനപ്പെടുത്തി ദൈവകൃപയുടെ നന്മകളെ അനുഭവിക്കുവാൻ കർത്താവേ അവിടെ ഞങ്ങളെ ഒരുക്കി സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആദിയോടന്തം ഞങ്ങളുടെ ജീവിതത്തോട് കൂടെ ഇരിക്കയാൽ സ്തുതിക്കുന്നു. കൃപയിൽ ബലപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിൻ്റെ ഒടുവിലെ ചോദ്യം ഇതായിരുന്നു: ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തത് എന്ന് ചോദിച്ചത് ആരാണ് എന്നതായിരുന്നു. അതിന് ആൻസർ എല്ലാവരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഉത്തരം ഇയ്യോബ് ആണ് അങ്ങനെ ചോദിച്ചത്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയ ഏവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. വചനം പഠിക്കുക, ഗ്രഹിക്കുക, ആഴത്തിൽ ദൈവവചനത്തിൽ വേരുന്നുക. അത് നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്നതിന് ഇടയാക്കി തീർക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ തിരുവചനം കേൾക്കാം, പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം നൽകുന്ന ശക്തി, ബലം നാം അനുഭവിച്ചവരാണ്. ചിലപ്പോഴൊക്കെ നാം പറയാറുണ്ടല്ലോ, ദൈവം എന്നെ ബലപ്പെടുത്തി, ദൈവം എന്നെ താങ്ങി, ദൈവവചനം എന്നെ ശക്തീകരിച്ചു എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലേ. ഇതൊക്കെ വളരെ വളരെ പേഴ്സണലായിട്ട് നാം അനുഭവിച്ച കാര്യങ്ങളാണ്. ദൈവം നമ്മെ ബലപ്പെടുത്തിയ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പരിശോധിച്ചാലും ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ ബലപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഒരുപാടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ ബലപ്പെടുത്തുന്ന ഒരു അനുഭവം ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാണുവാൻ കഴിയത്തില്ല. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ദൈവം ബലപ്പെടുത്തുന്നത് പലപ്പോഴും ഇൻഡിവിജ്വൽ ബേസും അതുപോലെ ഇൻഡിവിജ്വൽ ബേസ് തന്നെയാണെന്ന് പറയുവാൻ കഴിയും. ഏറ്റവും കൂടുതൽ ദൈവം തൻ്റെ ജനത്തെ ബലപ്പെടുത്തുന്നത് വളരെ ഇൻഡിവിജ്വലിലൂടെയാണ്. പക്ഷേ തൻ്റെ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും ബലപ്പെടുത്തുന്ന ശക്തീകരിക്കാറുണ്ട്, വചനങ്ങളിലൂടെ ശക്തീകരിക്കാറുണ്ട്. അത് പ്രവാചകന്മാരിലൂടെയും ഒക്കെ അല്ലെങ്കിൽ ലീഡേഴ്സിലൂടെയൊക്കെ ദൈവം തൻ്റെ വചനത്തെ അയച്ചവരെ ബലപ്പെടുത്താറുണ്ട്, സത്യമാണ്. പക്ഷെ അവിടെയും ഇൻഡിവിജ്വൽ കാണാൻ സാധിക്കും. ദൈവം ഒന്നുകിൽ പ്രവാചകനിലൂടെ, അല്ലെങ്കിൽ ദൈവം താൻ തിരഞ്ഞെടുത്ത ചില ലീഡേഴ്സിലൂടെ വചനം കൊടുത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബലപ്പെടുത്തി വഴി നടത്തിയ സാഹചര്യങ്ങളുണ്ട് ബൈബിളിൽ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വളരെ പേഴ്സണലായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ പലരെയും ദൈവം ഇങ്ങനെ വിളിച്ച് വേർതിരിച്ച് അവരെ ജീവിത അവസാനം വരെ ഒരുപാട് ഘട്ടങ്ങളിൽ അവരെ ബലപ്പെടുത്തി സ്ട്രെങ്തൺ ചെയ്ത് ഇങ്ങനെ എനർജി കൊടുത്ത് മുന്നോട്ട് നയിച്ച സന്ദർഭങ്ങൾ. വീഴുവാൻ പോകുമ്പോൾ താങ്ങുന്നത്, വീണ്ടും ബലപ്പെടുത്തുന്നത്, ക്ഷീണിതരാകുമ്പോൾ ബലപ്പെടുത്തുന്നത്, അവശരാകുമ്പോൾ ഉള്ളിൽ ബലം നൽകുന്നത്, ശക്തി ചോർന്നു പോകുമ്പോൾ വീണ്ടും ആ ശക്തി സംഭരിക്കുവാൻ ദൈവം സഹായിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. ഞാൻ 2 വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്.
ഒന്നാമത്തേത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു ശൗൽ പ്രാപിച്ച ശക്തി. അവിടെ പറഞ്ഞിരിക്കുന്നത് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശൗൽ പ്രാപിച്ച ശക്തി. ഈ ശൗലാണ് പിൽക്കാലത്ത് പൗലോസായി മാറിയത്. നമുക്ക് ഇവർക്കും അറിയത്തക്ക കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 9 എന്ന് പറയുമ്പോൾ തന്നെ വേഗത്തിൽ നമ്മുടെ മനസ്സിൽ ചെന്ന് നിൽക്കുന്നത് ശൗലിൻ്റെ മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട് പിൽക്കാലത്ത് പൗലോസായി മാറുന്ന ശൗൽ. ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നതാണ്. ശൗൽ ഏത് സാഹചര്യത്തിലായിരിക്കാം ശക്തി പ്രാപിച്ചത്? നാം അതിനെ വ്യക്തമായും വിശദമായും പഠിച്ചാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നാളുകൾ, മാനസാന്തരപ്പെട്ട ആ നാളിൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികൾ തോറും പ്രസംഗിച്ച ആ നാളുകളിലാണ് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച അനുഭവത്തിൽ എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഈ ചിന്ത മറന്നു പോകരുത് ജീവിതത്തിൽ. അവൻ മാനസാന്തരപ്പെട്ട നാളുകൾ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നാൾ, പള്ളികൾ തോറും യേശു കർത്താവ്, അവൻ ദൈവം, അവൻ ദൈവപുത്രൻ തന്നെ എന്ന് സ്ഥിരീകരിച്ച് പ്രസംഗിച്ച് നടന്ന നാളുകൾ ദൈവം അവനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുക എന്നതിൻ്റെ ഒരു മർമ്മം, ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് നാം വിട്ടുകളയരുത്. ഇത് ശൗലിൻ്റെ ലൈഫിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ ഒപ്പിയെടുത്ത ഒരു കാര്യമാണ്. ഈ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അനുഭവം, വീണ്ടും 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 ബലം. അപ്പോൾ ഇത് പ്രാപിക്കണമെങ്കിൽ മനസ്സിലാക്കണേ, ദൈവത്തിന് എവിടെയെങ്കിലും ഉപയോഗമുള്ള ഒരു പാത്രമായി നാം തീരണം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് പ്രയോജനമുള്ള ഉപയോഗമുള്ള പാത്രമെന്ന് കണ്ടാൽ, അങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് കണ്ടാൽ ദൈവം നമുക്ക് ശക്തി നൽകിക്കൊണ്ടേയിരിക്കും, ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഉപയോഗപ്പെടാത്തവർക്കാണ് ശക്തി ലഭിക്കാത്തത്. എപ്പോഴും നാം മനസ്സിലാക്കണം. നാം സാധാരണ പറയാറുണ്ട്, കോരുന്ന കിണറ്റിലാണ് വെള്ളം വീണ്ടും ഊറിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലേ? ഊറ്റുണ്ടാകുന്നത്, വീണ്ടും വർദ്ധിക്കുന്നത് കോരുന്ന കിണറ്റിലാണ്. അത് വെള്ളം കോരാതെ നിന്നാൽ ഊറ്റ് കാണുകയില്ല. അതങ്ങനെ അങ്ങ് നിശ്ചലമായി ഒരളവിൽ അങ്ങനെ നിൽക്കും. ഇവിടെ ശൗൽ മാനസാന്തരപ്പെട്ടു. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്. ആന്തരികമായ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരുപാട് ചേഞ്ചസ്, ആന്തരിക മനുഷ്യന് അതിൻ്റെ സ്വഭാവങ്ങൾക്ക് ഒരുപാട് വ്യതിയാനം വന്നു. മാത്രമല്ല, യേശുവിനെ ദൈവപുത്രനെന്ന് പള്ളികൾ തോറും സാക്ഷിക്കുകയാണ്. ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമായി തീരുന്നത് കണ്ടപ്പോൾ ദൈവം അവനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തെ നാം നോക്കിക്കാണുക. ഈ സാഹചര്യത്തിൻ്റെ മറ്റൊരു വശം കൂടെയുണ്ട്. അതായത് ഈ സാഹചര്യത്തിൽ ചുറ്റുമുള്ളവർ, തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യർ ശൗലിനെ വിലയിരുത്തിയത് എങ്ങനെയായിരിക്കും? അവരുടെ നോട്ടത്തിൽ, അവരുടെ കാഴ്ചയിൽ അവർ ഇപ്രകാരം പറയുകയാണ്, ഇവനല്ലേ യെരുശലേമിലെ ക്രിസ്തു വിശ്വാസികൾക്ക് നാശം വരുത്തിയവൻ. ശരിയാണ്. അപ്പൊ അവർ ആ കണ്ണുകൊണ്ടാണ് ഇവനെ നോക്കിക്കാണുന്നത്. ശൗല് ശക്തി പ്രാപിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ പ്രതിസന്ധിയുടെ നാട്, ഒരു പ്രതിസന്ധി അവൻ നേരിടുകയാണ്. ഇവനല്ലേ എന്ന് ചോദിക്കുകയാണ്, ക്രിസ്തു വിശ്വാസികൾക്ക് നാശം വരുത്തിയവൻ. എന്നിട്ട് അവർ പറയുകയാണ്, ഇവൻ വീണ്ടും തന്ത്രപൂർവം വിശ്വാസികളെ ഉപദ്രവിക്കാനായിരിക്കുമോ വീണ്ടും ഇവൻ ക്രിസ്തുവിന്റെ പേരെടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ തന്ത്രവുമായിട്ട്. പ്രിയരെ, ബൈബിൾ പറയുന്നു, നമ്മെ ഈ ലോകം വളരെ നെഗറ്റീവായിട്ട് വിലയിരുത്തുമ്പോൾ നാം എന്തുദ്ദേശത്തോട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് ദൈവം കാണുന്നു, അറിയുന്നു. അതറിയുന്ന, കാണുന്ന ദൈവമാണ് നമുക്ക് മേൽക്കുമേൽ ശക്തി നൽകുന്നത്. മേൽക്കുമേൽ ശക്തി പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ആ ദൈവമാണ്. ആ സാഹചര്യത്തിലാണ് ശൗൽ മേൽക്കുമേൽ ബലം പ്രാപിച്ചത്. ഇതിൻ്റെ ഫലം എന്തായെന്നറിയാമോ? ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത്, വിരോധികളുടെ മുൻപിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ ശൗലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. യേശു തന്നെ ദൈവപുത്രൻ, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, വിരോധികളുടെ മുൻപിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിന് ശൗലിന് കഴിഞ്ഞു എന്നതാണ്. അത് എത്ര നന്മയായ ഒരു കാര്യം പ്രിയമുള്ളവർ. നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ
നമ്മുടെ ക്രിസ്തുവിനെ പ്രൂഫ് ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആയാലും, നമ്മൾ പറയുന്ന പ്രസ്താവനകളുടെ ആയാലും, നമ്മുടെ പ്രവൃത്തികളുടെ ആയാലും, യെസ്, ഹീ ഈസ് ലീവിങ്. അതായത് എന്നിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ യേശു ജീവിക്കുന്നു. യേശു തന്നെ ക്രിസ്തു, അവൻ ദൈവപുത്രനാണ്, രക്ഷകനാണെന്ന് തെളിയിച്ചു കൊടുക്കുവാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ ആയിരിക്കുന്ന ഈ സൊസൈറ്റിക്ക്, സഭയ്ക്ക്, അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് കഴിയുന്നില്ല. കാരണം നമ്മിൽ ശക്തിയില്ല. മേൽക്കുമേൽ ശൗൽ പ്രാപിച്ച ശക്തി നമ്മിൽ വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? മാനസാന്തരത്തിന് യോഗ്യമായ അനുഭവങ്ങൾ നമ്മിലില്ല. നമ്മൾ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നില്ല. ശരിയല്ലേ? മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെ, യേശുവിനെ സ്വന്തം രക്ഷ സ്വീകരിച്ച അതിൻ്റെ പരിണിതമായ ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മളില്ലാത്തത് കൊണ്ട് സ്വർഗീയ ശക്തി നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് യേശുവിനെ കർത്താവെന്നോ ദൈവമെന്നോ ഒക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്കുവാൻ നമ്മിലൂടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഖേദത്തോട് ഞാൻ പറയുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ മൂല്യച്യുതി എന്ന് പറയുവാൻ സാധിക്കും. നമ്മെക്കൊണ്ട് കഴിയുന്നില്ല. ബട്ട് ഗോഡ് ഈസ് എക്സ്പെക്റ്റിംഗ് ഫ്രം യു. ദൈവം നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയാണ്. റിയലി ഗോഡ് എക്സ്പെക്റ്റിംഗ് ഫ്രം യു. ദൈവം നിങ്ങളിൽ നിന്നും അത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിലൂടെ, നിങ്ങളുടെ പ്രവൃത്തികളുടെ, വാക്കുകളിലൂടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. അത് ഏത് സാഹചര്യത്തിലായാലും, ഈവൻ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആകാം, നെഗറ്റീവ് സിറ്റുവേഷൻ ആകാം, അവിടെയൊക്കെ യേശു വലിയവനെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. അത് നിസ്സാരമായി പറ്റത്തില്ല. ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ട് അതിന് നമുക്കുള്ളിൽ ശക്തി വേണം. ശക്തി വേണമെങ്കിൽ നമ്മിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം വേണം. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കണം. യേശുവിനെ പ്രസംഗിക്കണം, വെളിപ്പെടുത്തണം. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെയാണ് നമുക്ക് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ സാധിക്കുന്നത്, മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്. രണ്ടാമത്തെ വ്യക്തി, റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാരെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാം പ്രാപിച്ച ശക്തി. പ്രിയമുള്ളവരെ, ഇവിടെ അബ്രഹാം ശക്തി പ്രാപിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാം ഏത് തരത്തിലുള്ള ശക്തിയായിരിക്കും തൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തത്? നമുക്കറിയാം, അബ്രഹാമിന് നൽകപ്പെട്ട പേരാണ് ഫാദർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ പിതാവ് എന്നത്. ഇവിടെ അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു എന്നതാണ് എടുത്തു പറയത്തക്ക ഒന്നാമത്തെ ഏറ്റവും ഉന്നതമായ ഒരു ചിന്ത. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. 2, ദൈവം പറഞ്ഞാൽ അത് ദൈവം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നു. 3, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റം വരികയില്ല എന്ന വിശ്വാസവും അബ്രഹാമിന് ഉണ്ടായിരുന്നു. ഈ വിശ്വാസമായിരുന്നു അബ്രഹാം വിശ്വാസത്താൽ ശക്തിപ്പെടുവാൻ സാധിച്ചത്. ആമേൻ. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കൊതിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ, എനിക്കും അബ്രഹാമിനെ പോലെ ഒരു പൂർണ്ണതയുള്ള വിശ്വാസത്തിലായിത്തീരണമെന്ന്? എങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ 3 കാര്യങ്ങൾ. 1, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. ദൈവം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. ദൈവം പറഞ്ഞതിൽ മാറ്റം വരികയില്ല എന്ന് വിശ്വസിക്കണം. ഇത് ഇങ്ങനെയുള്ളൊരു കോൺക്രീറ്റ് ഫെയ്ത്ത്, ശക്തമായ വിശ്വാസം നിങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ യു ആർ വാക്കിംഗ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ദ ലോർഡ്. ആൻഡ് യുവർ ഫോർ ഫാദർ ആരാണ്? എബ്രഹാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. നിങ്ങൾ അബ്രഹാമിൻ്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു തുടങ്ങും. അബ്രഹാമിൻ്റെ വിശ്വാസമാകുന്ന വഴിയിലൂടെ. ഇതും ഒരു മർമ്മമാണ്, രഹസ്യമാണ്. ഈ വിശ്വാസമാണ് അബ്രഹാമിന് ശക്തിപ്പെടുവാൻ സാധിച്ചത്. പ്രിയരെ, വിശ്വാസികളുടെ പിതാവാകുവാൻ അബ്രഹാമിന് സഹായമായി തീർന്നത് ദൈവവാഗ്ദത്തങ്ങളെ സംശയിക്കാതെ വിശ്വസിച്ചു എന്നതാണ്. ദൈവവാഗ്ദത്തങ്ങളെ മറക്കരുതേ. ദൈവവാഗ്ദത്തങ്ങളെ അബ്രഹാം സംശയിക്കാതെ വിശ്വസിച്ചു. അതാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുവാൻ കാരണം.
അവനെ വിശ്വാസിയുടെ പിതാവാക്കി തീർക്കുവാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൽ നല്ല പോർ പൊരുതുവാൻ നമ്മെക്കൊണ്ട് കഴിയണം. എങ്കിൽ മാത്രമേ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവന് അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. പൊരുതുക എന്ന വേർഡാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ബൈബിളിൽ. അങ്ങനെയുള്ള ഒരു പോരാട്ടം. കാരണം വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. സംശയിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ അവിശ്വാസം ഒരുപാട് സാധ്യതകളെ മുന്നിൽ കൊണ്ടുവരും. ഒരുപാട് ഡിസ്കറേജ്മെൻറ്റ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇവൻറ്റുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തും നമ്മൾ അവിശ്വസിക്കുവാനായിട്ട്. പക്ഷേ അവിടെയൊന്നും വീണു പോകരുത്. അബ്രഹാം വീണു പോയില്ല. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ കാണിപ്പാനിക്കാൻ ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞപ്പോൾ സകലം വിട്ടവൻ പിൻപ് ദൈവം തരും. ഏത് ദേശമെന്ന് പറഞ്ഞില്ല, അവിടെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞില്ല, എന്താണ് ഷുവർട്ടി, എന്താണ് ഏത് തരത്തിലുള്ള ഫുഡ്, എവിടെയാണ് ഷെൽട്ടർ, ഒന്നും ദൈവം പറഞ്ഞില്ല. അവൻ വിശ്വസിച്ചു. കാരണം അബ്രഹാം വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ അത് ദൈവം ചെയ്യും. ദൈവം വഴി നടത്തിയാൽ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പുറപ്പെട്ടാൽ ഞാൻ അനാഥനായി പോകുകയില്ല, കൈവിടപ്പെടുകയില്ല. എന്നെ ദൈവം സുരക്ഷിതമായ സ്ഥാനത്തൂടെ വഴികളിലൂടെ ദൈവം നടത്തുമെന്ന വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കുലുങ്ങിയില്ല. സംശയിക്കാതെ ദൈവവാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയമുള്ളവരെ. 24 വർഷം അവൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവൻ ആഗ്രഹിച്ച ഒരു നന്മ ദൈവം അവന് നൽകുകയാണ്. ഒരു സന്തതി, അല്ലേ? ഒരു സന്തതിയെ ദൈവം നൽകി. അവൻ്റെ മകനെ യാഗം ചെയ്യുവാൻ, മോരിയ മലയിൽ യാഗം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവിടെയും അവൻ സംശയിച്ചില്ല. മകൻ ചോദിക്കുകയാണ്, അപ്പാ വിറകും കത്തിയുമൊക്കെ ഉണ്ടല്ലോ, യാഗ വസ്തു എവിടെ? അവിടെ പറയുന്നു, മകനെ ദൈവം കരുതിക്കൊള്ളും. അവിടെയും ഫെയ്ത്താണ്. കാരണം അബ്രഹാമിന് അറിയാം, എൻ്റെ മകനെ തന്ന ദൈവം അത് നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം അവിടെ മറ്റെന്തോ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇനി അഥവാ ദൈവം തൻ്റെ മകനെയാണ് കൊടുക്കുന്നത്, ദൈവ പദ്ധതികൾ നടക്കട്ടെ, അതിനും അവൻ ഒരുക്കമായിരുന്നു. പ്രിയമുള്ളവർ, ഈ ഫെയ്ത്ത് നിസ്സാരമായ ഫെയ്ത്ത് അല്ല. അബ്രഹാം പ്രാപിച്ച ശക്തി അതായിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ അതിനെ മുറുകെ പിടിച്ചപ്പോൾ തനിക്ക് വിശ്വാസത്തിൽ മുന്നേറുവാനുള്ള ശക്തി ലഭിച്ചു. ആമേൻ. നമുക്ക് പലപ്പോഴും വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ കഴിയാത്തതിന് കാരണം ദൈവ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. ദൈവിക വാഗ്ദത്തങ്ങളിൽ അത്രയൊട്ടങ്ങ് നമുക്ക് വിശ്വാസ്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വിശ്വാസത്തിൽ നമുക്ക് ശക്തി ലഭിക്കാത്തത്, ശക്തി ചോർന്നു പോകുന്നത്. പലപ്പോഴും എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത്, ശൂന്യമാക്കപ്പെട്ട വരണ്ടു പോയ വിശ്വാസ ജീവിതമായി മാറ്റപ്പെടുന്ന ശക്തിയില്ലാത്ത വിശ്വാസം, ഉറപ്പില്ലാത്ത വിശ്വാസം. പ്രിയമുള്ളവരെ, കാരണം ബേസ്മെൻ്റ് ഇല്ല, വാഗ്ദത്തങ്ങളില്ല. അത് നമ്മൾ വിട്ടുകളഞ്ഞു. ബൈബിൾ വിട്ടുകളഞ്ഞു. ബൈബിളെ മാറ്റിവെക്കുകയാണ്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്നിട്ട് നാം പറയുന്നു, വിശ്വാസത്തോടെ ഞാൻ ഉണർന്നെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ? ആ വിശ്വാസത്തിന് ശക്തിയില്ല, ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല. കാരണം വാഗ്ദത്തങ്ങളില്ല. ദൈവമെന്ന വചനം, ദൈവമെന്ന വാഗ്ദത്തം അതിലില്ല. ജീവിതത്തിലില്ലാതെ വരുമ്പോൾ ശക്തി ചോർന്ന് ശൂന്യമാക്കപ്പെട്ട പ്രാർത്ഥനകൾ, നിർജീവമായ പ്രാർത്ഥനകൾ ഉപവാസങ്ങളായി മാറ്റപ്പെടുകയാണ്. ശക്തിയില്ലാത്ത അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം മുറുകെ പിടിച്ചു. അവന് ശക്തി ലഭിച്ചവൻ വിശ്വാസത്തിൽ അവൻ ശക്തി പ്രാപിക്കുകയാണ്, ബലം പ്രാപിക്കുകയാണ്. ബൈബിൾ നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ശക്തിയെക്കുറിച്ച് നാൾ തോറും നമ്മെ ശക്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മെ ബലപ്പെടുത്തുന്ന ആ ദൈവിക ശക്തിയെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾ നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന്. ഇത് നമ്മെ എല്ലാ സാത്താന്യ ശക്തികളിൽ നിന്നും വിടുവിക്കുവാൻ സഹായിക്കുമെന്നുള്ളതാണ്. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ദാറ്റ്സ് എ ഫെയ്ത്ത്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഘടകം എന്നത് വിശ്വാസമാണ്, അല്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പൗലോസ് നമുക്കറിയാം, ശൗൽ പൗലായത്. അപ്പോൾ ശൗൽ അന്ന്
മാനസാന്തരപ്പെട്ട നാളിൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച അതേ ശൗൽ ബിക്കം പൗലോസിന്റെ ജീവിതത്തിൽ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ ദൈവശക്തിയിൽ വസിച്ചു എന്നാണ്. കാരണം താൻ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അതിൽ പൂർണ്ണമായ ശക്തി അവൻ സംഭരിച്ചു. പൗലോസിന്റെ ജീവിത അവസാനം വരെ ഈ ശക്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വീണ്ടും തിമത്തിയോസിനോട് പറയുമ്പോൾ തിമത്തിയോസിന്റെ എഴുതി ലേഖനം എഴുതുമ്പോൾ 1 തിമത്തിയോസ് 1:12 2 തിമത്തിയോസ് 4:17 വായിക്കുമ്പോൾ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്നും, വീണ്ടും 3 2 തിമത്തിയോസ് 2:1 തിമത്തിയോസിനോട് പേഴ്സണലായിട്ട് പറയുകയാണ്, എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. തൻ്റെ അരുമ ശിഷ്യനായ തിമത്തിയോസിനോട് പറയുകയാണ്, എൻ്റെ മകനെ ക്രിസ്തേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. ഈ ലോകത്ത് ക്രിസ്തു സാക്ഷ്യം വഹിക്കണമെങ്കിൽ, ക്രിസ്തു മകനായി മകളായി ജീവിക്കണമെങ്കിൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബമായി ജീവിക്കണമെങ്കിൽ കൃപയാൽ നാം ബലപ്പെടണം. ക്രിസ്തേശുവിൻ്റെ കൃപയാൽ നാം ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നിലകൊള്ളുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, വീണു പോയവർ അനേകരുണ്ട് വിശ്വാസത്തിൽ നിന്നും. പക്ഷെ കൃപയാൽ നീ ബലപ്പെടുക. ആ ശക്തി നിനക്കുള്ളിൽ വേണം. വെറുതെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവരാകരുത്, കൂട്ടത്തിൽ ആരാധിക്കുന്നവരാകരുത്. നിനക്കുള്ളിലൊരു ദൈവശക്തി നീ സംഭരിക്കണം. നിനക്കുള്ളൊരു ശക്തി ഉണ്ടാകണം. എൻ്റെ കൂടെ ആരുമില്ല, ബട്ട് മൈ ഗോഡ് ഈസ് വിത്ത് മീ. ദ പവർ ഓഫ് ഗോഡ് ലീഡ്സ് മീ ഫോർവേഡ്. അല്ലേ, ദ പവർ ഓഫ് ഗോഡ് ലീഡ്സ് മീ ഫോർവേഡ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ മുന്നോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അനുഗ്രഹീതം പ്രിയമുള്ളവർ, എത്ര നല്ലൊരു ചിന്ത. ദൈവശക്തി നമുക്ക് അനിവാര്യം. ഇനിയുള്ള കാലഘട്ടത്തും എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെ തകർത്ത് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, ദൈവകൃപ അനുഭവിക്കണമെങ്കിൽ ഈ ശക്തി നമുക്ക് അനിവാര്യമായിരിക്കുകയാണ്. ഈ ശക്തിയിൽ നാം ബലപ്പെടണം പ്രിയമുള്ളവരെ. ദൈവം നൽകുന്ന ശക്തി പ്രാപിച്ചെടുക്കുക, ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം ഒരിക്കലും തളർന്നു പോകുകയില്ല. ആർക്കും നമ്മെ തളർത്തുവാൻ കഴിയുകയില്ല. ഒരു ദോഷശക്തിക്കും നമ്മെ വീഴ്ത്തുവാൻ കഴിയുകയില്ല. ജീവിത അവസാനം വരെ പതറാതെ ദൈവവിശ്വാസത്തിൽ നിലകൊള്ളുവാനായി സാധിക്കും. ജീവിത അവസാനം വരെ പതറിപ്പോകാതെ ദൈവവിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയും. അതിന് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തി സംഭരിക്കാൻ പറയാം. വെറുതെ ബുദ്ധി കൊണ്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതമാകരുത്. ക്രിസ്തു കേന്ദ്രിതമായ ജീവിതത്തിൽ ബുദ്ധി കൊണ്ടാകരുത്, ആത്മാവ് കൊണ്ടായിരിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളായി തിളങ്ങും, സാക്ഷികളായി ഭവിക്കും. ആ ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: അബ്രഹാമിന് വിശ്വാസത്താൽ ശക്തിപ്പെടുവാൻ സഹായകമായി തീർന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാമിന് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ സഹായകമായി തീർന്ന ഘടകം എന്തായിരുന്നു? നിങ്ങളുടെ വിലയേറിയ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഇതിൽ നിങ്ങൾക്ക് അനുഗ്രഹീതരായെങ്കിൽ ഇതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. ക്രിസ്തേശുവിലുള്ള ശക്തി അവർ സംഭരിക്കട്ടെ. ദൈവവിശ്വാസത്തിൽ ജീവിക്കട്ടെ. നിത്യതയ്ക്കായി ഒരുങ്ങട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് പരിശുദ്ധനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുടെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മുഖത്തപ്പെടുന്നു. ഇക്കഴിഞ്ഞ കാലമൊക്കെ അവിടുത്തെ സ്നേഹം നുകരുവാൻ, അവിടുത്തെ സാമീപ്യം അനുഭവിപ്പാൻ, അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുന്നു. ഈ ജീവിതത്തിനായ സ്തോത്രം. കർത്താവ് തന്നിരിക്കുന്ന ഈ ജീവിതം നന്ദിയപ്പ. ഞങ്ങൾ ഏറെ ധന്യരാണ്. ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. കർത്താവ് മഹോന്നതൻ, ആരിലും ഉന്നതനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, കരുണയുള്ള ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ആദരിക്കുന്ന ദൈവം. കർത്താവ് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം നടത്തി.
ഒന്നുമില്ലായ്മയിലൊക്കെ ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങൾ ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ നന്മ അവിടെ ഞങ്ങൾക്ക് ചെയ്ത, ഇത്ര വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പൊഴിഞ്ഞല്ലോ, സ്തോത്രം ചെയ്തു. അന്ത്യത്തോളം കർത്താവ് തൻ കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കണം. ദൈവ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം. എല്ലാ വഴികളും ഞങ്ങളെ കാത്തുകൊള്ളണം. ദൈവിക സമാധാനത്താൽ നിറയ്ക്കുമാറണം. ദൈവികമായി ഭദ്രമായ നന്മകൾ അനുഭവിക്കാൻ സഹായിക്കണം. ഈ വചനം ശ്രവിച്ച അവിടുത്തെ എല്ലാ പ്രിയ മക്കൾക്കായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശക്തിയുള്ളവരാക്കി തീർക്കണം കർത്താവ്. ഒരു മാസക്കാലം ദൈവം ഞങ്ങൾ വഴി നടത്തിയാൽ ഈ വരാൻ പോകുന്ന പുതിയ മാസം അധികമായ നന്മകളാൽ കൃപകളാൽ ഞങ്ങൾ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും പ്രിയ മക്കളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശു വഴിയായി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടുന്നു. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നാം ഏവരോടും ഇന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന ബലത്തിൽ ആശ്രയിക്കാം. എൻ്റെ വാഗ്ദത്തത്തിലൂടെയുള്ള വിശ്വാസം, വാഗ്ദത്തത്തിൽ നാം അർപ്പിച്ചിരുന്ന ആ ഒരു ഉറപ്പ്, അത് നമ്മെ ക്രിസ്തു വിശ്വാസത്തിൽ വളരുവാനും ശക്തി പ്രാപിപ്പാനും നിത്യതയ്ക്ക് ഒരുങ്ങുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.